ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ദേവാലയത്തിലെ പ്രാർത്ഥനയ്ക്കായിട്ട് ചെന്നൈ ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിമന്യ ഡോക്ടർ ഇവാനോമാർ ദിയസ്കോറോസ് മനസ്സുകൊണ്ടാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതും അഭിമന്യ തിരുമേനിയും തന്റെ വൈദികരും ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു. ഇപ്പോൾ മാനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ അവസാനിച്ച് ശരീരം ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്ന ക്രമീകരണം അറിയിക്കുകയാണ്. ഏറ്റവും മുന്നിൽ ഗായകസ്തംഭം ഉള്ള വാഹനം, അത് കഴിഞ്ഞതിന് ശേഷം വിശ്വാസികൾ കയറിയ വാഹനങ്ങൾ, ഏറ്റവും ഒടുവിലായി മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ആണ്. ഈ ഒരു ക്രമീകരണത്തിലാണ് പോകേണ്ടത്. അതുകൊണ്ട് ദേവാലയത്തിലേക്ക് വരുന്ന എല്ലാവരും വന്നിരിക്കുന്ന വാഹനങ്ങളെ ക്രമീകരിച്ച് പോകാനായിട്ട് ശ്രദ്ധിക്കണം. ഏറ്റവും മുന്നേ ഗായകസംഘം ഉള്ള വാഹനം, ഏറ്റവും ഒടുവിലായിട്ടാണ് മൃതശരീരം വഹിച്ചുള്ള ആംബുലൻസ് പോകുന്നത് അറിയിക്കുന്നു. അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് അന്ത്യചുംബനം നൽകി യാത്ര നടത്തുവാനായിട്ടുള്ള അവസരമാണ് അന്ത്യചുംബനങ്ങളിലായിട്ട് ചെയ്യുന്നത്. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമോരിഞ്ഞ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ
കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, എത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റേന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. വത്സലരേ ദൂര തന്തിനു നിൽക്കുന്നൻ അരികിൽ വാരിൻ സ്ലോമോ തരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ. മരണത്തിൻ ദൂതൻ പിറകെ വന്നപ്പോൾ ചുറ്റും പാർത്തേൻ തുണ ചെയ്യുവാൻ വന്നില്ലാരും.
ഈ പ്രിയപ്പെട്ട മാതാവിന്റെ വേർപാടിലും ദുഃഖത്തിലുമായിരിക്കുന്ന പ്രിയ പ്രധാനങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഈ പാറവള പുത്തൻമേട് നെരുമ്പ ഈ കുടുംബം ഈ ദേവാലയത്തിലെ എല്ലാ ആത്മീയ ഭൗതിക കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട കുടുംബമാണ്. അപ്പച്ചനുള്ള കാലം മുതലേ ഈ കുടുംബം ഈ ദേവാലയവുമായി വളരെ ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ്. അത് പ്രത്യേകിച്ച് വടക്കേ വീട്ടിൽ കുടുംബയോഗത്തിൽപ്പെട്ട ഒരു കുടുംബം കൂടിയാണ്. ബഹുമാനപ്പെട്ട തങ്കച്ചായൻ, ദേവിസാർ, അതുപോലെ തന്നെ മക്കളും ഒക്കെ ഈ ദേവാലയത്തിന്റെ എല്ലാ ശുശ്രൂഷകളിലും ആത്മീയമായിട്ടുള്ള എല്ലാ നേട്ടങ്ങൾക്കും ഭൗതിക സൗകര്യങ്ങൾക്കും ഒക്കെ അവരുടെ കൈത്താങ്ങലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ്. അമ്മച്ചിയുടെ വേർപാട് ആർക്കും ഒരിക്കലും താങ്ങാൻ പറ്റാത്ത ദുഃഖമാണ്, പ്രത്യേകിച്ച് മാതാവിന്റെ വേർപാട്. അവരുടെ ദുഃഖത്തിൽ വിലാപത്തിലുമായിരിക്കുന്ന ഈ പ്രധാനങ്ങളെ, പ്രത്യേകിച്ച് തങ്കച്ചായനെ സംബന്ധിച്ച് ഞങ്ങളുടെ വെള്ളിയാഴ്ച പ്രാർത്ഥന ഗ്രൂപ്പിന്റെ ഒരംഗം കൂടിയാണ് ബഹുമാനപ്പെട്ട തങ്കച്ചായൻ. എല്ലാവിധമായ അനുശോചനങ്ങളും ഇടവകയുടെ എല്ലാ ഭവനങ്ങളുടെ പേരിലും ബഹുമാനപ്പെട്ട മാനേജിംഗ് കമ്മിറ്റിയുടെയും ആധ്യാത്മിക സംഘടനകളുടെയും പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ പേരിൽ പ്രത്യേകിച്ച് ഈ ഭവനത്തോടുള്ള അനുശോചനം അറിയിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. ദൈവം തന്നെ സ്തുതിയും ആരാധനയും യോഗ്യമാകുന്നു.
സത്യവാനും മരണമില്ലായ്മയുടെ പ്രഭയും ജീവനും ഉറവയും സകലത്തിന്റെയും സുഷിതാവും ലോകത്തെയും അതിലെ അവസ്ഥാന്തരങ്ങളെയും ക്രമീകരിക്കുന്നവരുമായ കർത്താവേ, നീ ഭയങ്കരനും നിന്റെ കൽപ്പനയും മഹനീയനും ദീർഘക്ഷമയുള്ളവരും കാരുണ്യവാനുമാകുന്നു. യാതൊരു രഹസ്യവും നിന്റെ ദൃഷ്ടിക്ക് അഗോചരമല്ല. ആലോചനകളുടെ ആഴവും ഹൃദയചിന്തകളും തിരുസന്നതിയിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ അപരിമിതങ്ങളും നിന്റെ മാർഗങ്ങൾ ദുർഗ്രഹങ്ങളുമാകുന്നു. മരണത്തെ മായ്ച്ചു കളയുവാനും മനുഷ്യ സംഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായിട്ട് യേശുമിശിഹ എന്ന നിന്റെ വാത്സല്യപുത്രനെ ലോകത്തിലേക്ക് നീ അയക്കുകയും താല്പര്യമുള്ള സകല ആത്മാക്കൾക്കും രക്ഷയും മരണമില്ലായ്മയും അവർ പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പന പ്രകാരം ക്ലേശപൂർണമായ ഈ ലോകത്തിൽ നിന്ന് ശ്രേഷ്ഠവും മനശ്വരവുമായ ലോകത്തിലേക്ക് ഞങ്ങൾ നയിക്കപ്പെടുന്നു. കർത്താവും ഇരു ലോകങ്ങൾക്കും അധികാരിയുമായുള്ളവേ, ഈ താൽക്കാലിക ജീവിതമാകുന്ന പ്രദേശവാസത്തിൽ നിന്ന് വേർപെട്ട യാത്രയായിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ സംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നിധിയിൽ നിങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി സ്വർഗീയ ഭവനങ്ങളിൽ വസിപ്പിക്കുന്നവരായ സമാധാനമാലാഘന്മാരോടും ഈ ദാസിയുടെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. കർത്താവേ, ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്നും ഈ ദാസിയുടെ ആത്മാവിനെ രക്ഷിച്ചുകൊള്ളണമേ. ആ എതിരാളികളുടെ ബന്ധനത്തിൽ നിന്ന് അതിനെ എവിടെത്തണമേ. തിരുനാമത്തിലും തിരുവിഷ്ണമായിരിക്കുന്നവരുമായവരെ ചുറ്റി നിൽക്കുന്നതുമായുള്ള സേനകൾ ഈ ദാസിക്കും ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാൽ ഇവരുടെ പാപങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണമേ. ഇവരുടെ തെറ്റുകളെ നിന്റെ ദയയാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഈ ദാസിയുടെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ വലങ്കൈ ഇവർക്ക് നീട്ടിക്കൊടുത്ത് രണ്ടാം മരണമാകുന്ന ചുഴിയിൽ നിന്ന് ഇവളെ ഉദ്ധരിച്ചുകൊള്ളണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ ഇവളെ സഹായിക്കണമേ. പിശാചുകളുടെ ഭയങ്കരമായ ഒളിവിടങ്ങളിൽ നിന്ന് ഈ ദാസിയെ രക്ഷിച്ചുകൊള്ളണമേ. ഇവിടെ നീ പ്രമാണ ലംഘനങ്ങൾക്ക് തക്കതുപോലെ ഇവിടെ നിയോഗിക്കരുതേ. തിരുസന്നതിയിൽ സർവ്വരും കുറ്റക്കാർ തന്നെയാകുമല്ലോ. കർത്താവേ, ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയിൽ കഴിവ് തോന്നണമേ. ഞങ്ങളിൽ വിളിക്കപ്പെട്ടിരിക്കുന്നതായ തിരുനാമത്തെയും നിന്റെ മഹാകരുണയും ഞങ്ങളിലും ഈ ദാസിയിലും ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുണ്ടാകുന്നവനായ നിന്റെ പുത്രന്റെ കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും ഈ ദാസിയുടെ മേൽ ഉദിക്കുമാറാകണമേ. ഇവൾ വിശ്വസിച്ചതായ ജീവനുള്ള സ്ലീബ ഇവൾക്ക് വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശസ്തംഭമായി ഭവിക്കുമാറാകണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാത്താൻ തന്റെ ദുഷ്ടമായ ആഗ്രഹം നിറവേറാതെ രക്ഷിച്ചു പോകത്തക്കവണ്ണം നിന്റെ കരുണ ഇവിടെ ഉണ്ടാകുമാറാകണമേ. കർത്താവേ, തിരുനാമ ഭക്തന്മാർക്കുള്ള അനുഗ്രഹീത ഭവനങ്ങളിൽ എത്തുന്നതുവരെ ഈ ദാസിക്ക് കോട്ടയും അനുയായി കാവൽക്കാരനും സഹായിയുമായിരിക്കണമേ. അവിടെ ആനന്ദമില്ലാത്തതായ നിന്റെ മഹിമയിൽ ഇവൾ ആനന്ദിക്കുമാറാകണമേ. അബ്രഹാമിന്റെ മടിയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ ഇവൾക്ക് സന്നദ്ധയാകണമേ. കർത്താവേ, നിന്റെ ആരാധകരായി ഞങ്ങളെ എല്ലാവരെയും ഇവയ്ക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വെടിപ്പുള്ളതും ആനന്ദകരവും പാപരഹിതവുമായ ജീവിതത്താൽ അന്ധകാലത്തിന്റെ ദുഷ്ടസേനകൾക്ക് വിജയമാകാത്ത സമാധാനപരമായ നിര്യാണം ഞങ്ങളും അനുഭവിക്കുവാൻ ഇടയാകണമേ. കർത്താവേ, കരുണാദൃഷ്ടിയാൽ ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മ്ലാനോദരായിരിക്കുന്നവർക്ക് മുഖപ്രസന്നത നൽകുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്ന ഏവർക്കും ഏത് സ്ഥാനത്തും അവനവന്റെ ആവശ്യാനുസരണം നീ ശരണവും പ്രത്യാശയുമായിരുന്നു അവരുടെ മുഖത്തുനിന്ന് കണ്ണുനീരും ദുഃഖവും നീക്കിക്കളയണമേ. ദൈവമേ, നിന്റെ മശിഹായുള്ള പ്രത്യാശയിൽ മുൻകൂട്ടി നിന്റെ അടുക്കിലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവും അഗ്നിയുമായ അവിടുത്തെ പ്രത്യക്ഷതയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരന്മാർക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെല്ലാവരെയും വംശിക്കുന്ന നിന്റെ കൃപയാ ഭാഗ്യകരമായ ഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടിയുള്ള ആശ്വാസം നൽകണമേ. ആ പ്രത്യക്ഷതയെ ലജ്ജാരഹിതമായ പ്രസന്ന മുഖങ്ങളോടുകൂടി എതിരേൽക്കുവാൻ ഞങ്ങളും കാത്തിരിക്കുന്നു.
കർത്താവെ മുൻകൂട്ടി പ്രാപിച്ചവരും ഇവിടെ അവശേഷിക്കുന്നവരുമായി രക്ഷിതരും അവിടുത്തെ കർത്തൃത്വത്തിന്റെ ദാസനുമായ ഞങ്ങളെ എല്ലാവരും ആദ്യമില്ലാത്തതിന്റെ രാജ്യത്തിൽ വന്യവും ഗ്രഹണാതീതവുമായ നിന്റെ നാമത്തെയും നിന്റെ പുത്രനെയും നിന്റെ വിശുദ്ധവുമായി സ്തുതിച്ചു കൊള്ളുവാൻ യോഗ്യരായി തീരണമേ. പാർക്കുമോ ഓശോ വകുല സുബാലവൽമീ പിശാചുകളുടെ കഴിഞ്ഞ ബന്ധത്തിനും അന്തരീക്ഷവാസമായ ആവശ്യപ്പെടുത്തുന്നു. ഈ ആത്മാവ് രക്ഷിക്കപ്പെടാറാണേ. ഞങ്ങളുടെ വർത്തമാനത്തിന് ഈ ആത്മായാത്രയില് അങ്ങയുടെ വിശുദ്ധനോടെ ആദരവുള്ളും ജീവയുടെ പട്ടുകൊണ്ട് നേരുവാൻ ഞങ്ങളുടെ ഞാൻ സംഗതിയാക്കി ചെയ്യണമേ.
നമ്മുടെ കർത്താവിന്റെ വരവിൽ ജീവനോടെ ശേഷിക്കുന്നതാ നമുക്ക് വരികയില്ല എന്ന് കർത്താവിന്റെ ആധാരമാക്കി നമ്മൾ പറയുന്നു. ഇവരും അപ്പോൾ മനുഷ്യരായി ഉൾപ്പെട്ടവരായ മരിച്ചവർ ആദ്യമേ പ്രദാനം ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നതായ നാം അവരോട് ഒരുമിച്ച് അന്തരീക്ഷത്തിൽ കർത്താവ് എതിരിപ്പാനായിട്ട് വേഗം എടുക്കപ്പെടും. അങ്ങനെ എല്ലായ്പ്പോഴും നാം നമ്മുടെ കർത്താവിനോട് ഒരുമിച്ച് സ്തുതിക്കുകയും ചെയ്യും. ആകയാൽ ഈ വചനം മൂലം പരസ്പരം ആശ്വസിക്കുകയും പറയുമോ. ദൈവത്തിന്റെ ഏറ്റവും അറിയിപ്പിനെ നാം കേൾക്കണം. Mother,